മോനെ കണ്ടു. കണ്ടു. നാളെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യത്തിൽ ഇറക്കണം. അവനെ ശിക്ഷിക്കുവോ? അച്ചു എപ്പോ വന്നു? സന്ധ്യയായി. അച്ചു വന്നിട്ട് പോകാമെന്ന് കരുതി. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വരൂ. വീട്ടിൽ ഭാരതിയും അവളുടെ ബന്ധുക്കളും ഒക്കെ വളരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ വിവാഹം ഉടനെ നടത്തണമെന്നും പറഞ്ഞു. ഞാനും അത് ആലോചിക്കുകയല്ല. വിവാഹം കഴിക്കുമ്പോൾ അവനൊരു ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ സെലക്ഷനായി, നിയമനവും അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന അതല്ല. ഭാരതിയുടെ വകയിൽ ഒരു ആങ്ങളയുടെ മകൻ ദുബായിലുണ്ടല്ലോ, ശിവശങ്കരൻ, കൊരട്ടിയിൽ മടത്തിപ്പറമ്പിലെ. അയാളുടെ ഒരു ആലോചന ഇങ്ങനെ മുറുകി നിൽക്കുക. എനിക്കൊട്ടും മനസ്സിലായിരുന്നു. ഇവിടെ വന്ന് അറിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോ. ശരിയാണ് കൃഷ്ണേട്ട. സേതു ഇനി അവനെ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അവൻ നമുക്ക് നഷ്ടപ്പെട്ടു. കൃഷ്ണേട്ടന് വാക്കൊടുത്തു. അച്ചു, നിനക്ക് എന്നോട് വിഷമം തോന്നരുത്. ഏയ്, ഒരിക്കലും ഇല്ല. ദേവിയുടെ സ്ഥാനത്ത് എൻ്റെ ലതയാണെങ്കിൽ ഞാനും ഇങ്ങനൊരു തീരുമാനം എടുക്കും. ഒന്ന് ആലോചിക്കാൻ പോലും വന്നു വരില്ല. ദേവി മോള് സുഖമായിരിക്കട്ടെ. അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല. സേതു അവളെ വേണ്ടെന്ന് പറഞ്ഞാലും അവൾ ഉപേക്ഷിക്കില്ലെന്നാ പറയുന്നത്. ജാമ്യം കിട്ടിയിട്ട് സേതു നേരിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞാലും. കുട്ടിയായിരിക്കുമ്പോൾ കുസൃതി കാണിച്ച കൃഷ്ണേട്ടൻ തല്ലാൻ വടിയെടുപ്പിക്കും. അവനെ കൊണ്ട് തന്നെയായിരുന്നു. അതുപോലെ ഇത് വേണോ കൃഷ്ണേട്ട? സഹിക്കാൻ പറ്റണ്ട. എനിക്കറിയാം അച്ഛൻ. അച്ഛൻ പൊയ്ക്കോ. അമ്മയോട് വിഷമിക്കരുതെന്ന് പറയണം. ദേവിയുടെ കല്യാണാണ്. കൃഷ്ണമാവൻ വന്നിരുന്നു. നീ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്.
മറ്റേ അധ്യാപകരുണ്ട്. കരയരുത്. ഇന്ന് ജാമ്യത്തിലിറങ്ങി. നിശ്ചയം കഴിഞ്ഞു. കരയരുത്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറല്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. അല്ലെങ്കിൽ നീ എനിക്കൊരു ബാധ്യതയാവും. ബാധ്യതയോ? അതെ, ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. അതിനിടയിൽ ദേവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് നീ എൻ്റെ മനസ്സിലില്ല. സേതുട്ടാ, നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. അല്ലേ? എന്നെ ഇനി ഓർക്കരുത്. ഭയപ്പെടണ്ട. വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത്. യാത്ര പറഞ്ഞ് പിരിയാൻ. അവളെ ആശ്വസിപ്പിക്കണം. നല്ലതേ വരൂ എല്ലാവർക്കും. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു. സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെണ്ണേകവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ ഉള്ളോർക്കുടം കേണുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി.
എങ്ങോ ഉള്ളോർക്കുടം പോലെ വിങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. ഹമീദേ, സാർ, പോലീസ് വെരിഫിക്കേഷന്റെ ഒരു കടലാസ് ഉണ്ടല്ലോ. ആരുടെയാണ് സാർ? സേതുമാധവന്റെയാ, SI സെലക്ഷന്റെ. അത് കുഴപ്പമാണല്ലോ സാറേ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആ കേസ് രജിസ്റ്റർ ചെയ്യണ്ടായിരുന്നു. ക്രിമിനൽ കേസല്ലേ, എന്ത് ചെയ്യും? സാറേ, അതെന്നെ ഏൽപ്പിക്കരുത്. വേറെ ആരെയും വിട്ട് അന്വേഷിപ്പിക്കോ എഴുതിക്കോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എഴുതി അയക്കാണ്ടിരിക്കാൻ പറ്റുമോ? അച്ഛനാരുണ്ടോ അവിടെ? ഉണ്ട്, വിളിക്കാം. സാർ, സേതുമാധവന്റെ പോലീസ് വെരിഫിക്കേഷന്റെ കടലാസ് വന്നിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും? സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. എന്റെ ഇഷ്ടം പോലെ എന്താ കാര്യം? നിങ്ങളുടെ മകന് നല്ലൊരു ജോലി കിട്ടാനുള്ള കാര്യമല്ലേ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ ആ കേസ് രാജിയാവാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ വേറെ വല്ല വഴിയുണ്ടോ നോക്കാം. അതൊരു തുടരിക്കട്ടെ. സാർ, 3-4 മാസമായിട്ട് ഒരു പണിക്കും പോകാൻ പറ്റിയിട്ടില്ലേ മോനെ? 2 മാസത്തോളം മെഡിക്കൽ ആശുപത്രിയില്. ഇപ്പൊ 1 മാസമായിട്ട് ഇവിടെ. 2 പിള്ളേരുണ്ട്. അവരുടെ കാര്യം നോക്കാൻ ഞാനല്ലാണ്ട് ആരുമില്ല. അതാ ഞാൻ പറഞ്ഞു, ഇത്രയും നാൾ റൗഡിയായിട്ട് ജീവിച്ചു. ഇനി എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ പോലും ആ കയ്യൊന്ന് ഉയർത്താൻ പറ്റുമോ? തനിക്കൊരു സൈക്കിൾ ഷാപ്പ് ഇട്ട് എടുത്തു വയ്ക്കാനും തുടയ്ക്കാനും ഒക്കെ ഒരു പയ്യനെ നിർത്തിയാൽ മതി. തന്റെ കുടുംബം കഴിയാനുള്ള വക അതിൽ കിട്ടും. കേസ് ജയിച്ചിട്ടോ സേതുമാധവനെ ശിക്ഷിച്ചിട്ടോ തനിക്കൊന്നും നേടാനില്ല. എന്താ ഞാൻ പറഞ്ഞ പോലെ ചെയ്തൂടെ? ഞാൻ വരട്ടെ. നമ്മളെ അറിയില്ലേ സാറേ? അറിയും. പിന്നെന്താ വില വെക്കാത്ത പോലെ പോണത്? മറുപടി പറഞ്ഞിട്ട് പോ. ജോസ് ചാവൂന്ന് കരുതിയല്ലേ? വരണ വഴിയാ മുറിച്ചിട്ടാ മുറി കൂടണ സൈസാ ജോസ്. 3 മാസം ആശുപത്രി കിടന്നപ്പോ 10 കിലോ കൂടി. കൊള്ളാം. കഴിഞ്ഞില്ല. ഇവന്റെ കൈ ഒടിച്ചൊരു പോക്കിരിനെ നിങ്ങൾ കൊണ്ടു നടക്കണില്ലേ? സേതുമാധവൻ. അവനെ ഞാൻ നുറുക്കും. കൈ 2 ഇവന്, ശരീരം ആ പോലീസുകാരൻ തന്തയ്ക്ക് കൊടുക്കും. തല നിങ്ങളുടെ ക്വാർട്ടേഴ്സിൽ അയച്ചു തരും. എന്നിട്ട് ജോസിനെ കോടതി കയറ്റി ഉണ്ടാക്കാമോ നിങ്ങൾ നോക്ക്. ചോണേണ്ടേക്ക് പരിഭ്രമിക്കണ്ട. വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ താൻ രക്ഷപ്പെട്ടു. പിന്നെ കാക്കിയുടെ ആത്മബലവും വലിയൊരു ഫോഴ്സിന്റെ പിൻബലവും ഉണ്ടല്ലോ. ഇനിയൊരു ആലോചനയ്ക്ക് ഒരുക്കത്തിന് സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിടണം. ആദ്യം ജീവൻ രക്ഷിക്കുക. പടക്കം പൊട്ടിച്ചവരും സേതുമാധവന് ജയ് വിളിച്ചവരും ഇനി ആരുടെ ബാക്കിയുള്ളത്? ജോസ് ചാവൻ പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച എല്ലാ പുണ്യാളന്മാരും ഓർത്തോ, എല്ലാവന്റെ അടുത്തും ഞാൻ വരും. ആ പന്നിയുടെ മോൻ എവിടെ ചെന്ന് വിളിച്ചാലും ഞാൻ അവനെ വിടില്ല. എന്താ പറ്റിയ നിനക്ക്? ജോസ് തിരിച്ചെത്തി. ഓരോരുത്തരോടും എണ്ണി എണ്ണി പകരം ചോദിക്കുകയാണ്. നീ പോകുന്നത് വീട്ടിലാരും അറിഞ്ഞില്ലേ? രമേശനോട് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം.
നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയ ഇവിടെ ഇറങ്ങിയത്. ഇനി കാണാൻ സാധിച്ചില്ലെങ്കിലോ? എന്ത് വർത്താനം നീ പറയുന്നത്? എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? അറിയില്ല. എനിക്ക് കുറച്ച് കാശ് വേണം. പെട്ടെന്ന് ഇപ്പോ? ഇല്ലെങ്കിൽ വേണ്ട. അതല്ലടാ, ഇന്ന് നീ ഇവിടെ താമസിക്കേ. അത്ര പെട്ടെന്ന് ഇവിടെ ആരും അന്വേഷിച്ചു വരില്ല. നാളെ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കാം. ഇവിടെടി നിന്റെ മോൻ. എനിക്കറിയില്ല. പറഞ്ഞില്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്ന് ഞാൻ കുഴിച്ചു മൂടും. ഞാൻ ഇനിയും വരും. കാശ് കിട്ടിയോ? കിട്ടി. കൃഷ്ണമാനെ കണ്ടപ്പോ ഒരു കാര്യം അറിഞ്ഞു. ജോസും പാർട്ടിയും ഇന്നലെ രാത്രി വീട്ടിൽ കയറി വലിയ അക്രമം കാണിച്ചു. അച്ഛനും ഉണ്ടായിരുന്നില്ല. രമേശനും അമ്മയും ആശുപത്രിയില. വിഷമിച്ചിട്ട് എന്താ കാര്യം? നീ അങ്ങോട്ട് പോണ്ട. ഇല്ല കേശു, എനിക്ക് പോണം. എന്നെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെന്റെ കുടുംബം തകർക്കും. എനിക്ക് വേണ്ടി അവര് ഇല്ല. ഞാൻ പോവും. സേതു, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, പോയേ തീരൂ. നീ കാശ് കയറി വെച്ചു. ഇനി എനിക്ക് പണം വേണ്ട. നമ്മൾ പിരിയുകയാണ്. ഞാൻ മരിച്ചുപോയാൽ എൻ്റെ അച്ഛനെ കണ്ട് നീ പറയണം, ലോകത്തൊരാളെയും ഞാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടില്ലെന്ന്. എല്ലാ മോഹങ്ങളും ഞാൻ തകർത്തു. മാപ്പ് പറഞ്ഞു എന്ന് പറയണം. സേതു, തിരിച്ചടിക്കാൻ ശക്തിയില്ല. അവർക്ക് വേണ്ടത് എൻ്റെ ജീവനാണ്. ആ കടം വിട്ടാനാണ് ഞാൻ പോകുന്നത്. ഞാനും വരാൻ സേതു. ഞാനും ഉണ്ടാ നിന്റെ ഒപ്പം. തിരിച്ചടിക്കാനാണെങ്കിൽ തിരിച്ചടിക്കാൻ. അതെ, സന്തോഷായി. ഞാൻ നിന്റെ മോൻ കരയുന്നു. അവനെ കരയിക്കാതിരിക്കെ. ചെല്ലേ. അയ്യോ ഏട്ടാ, ഏട്ടാ പോയിക്കോ. ഇവിടെ നിൽക്കണ്ട. അവർ ഏട്ടനെ കണ്ട കൊല്ലും. നീ എന്താ ഈ കാണിക്കുന്നത്? കരയാ? ഇത്രയും വലിയ പെൺകുട്ടി ആളുകൾ കാണില്ലേ? നിന്നെ അവരൊരുപാട് തല്ലിയോ? സാരമില്ല, ഇനി നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. അയാളുടെ ദേഷ്യം തീർന്നോ? തീരും. നീ നന്നായിട്ട് പഠിക്കണം. ഇവളെ പോലെ ഉഴപ്പരുത്. വക്കീലൊന്നും ആവണ്ട, ഒരു സബ് ഇൻസ്പെക്ടർ ആവണം. അച്ഛൻ്റെ മോഹം നീ നടത്തി കൊടുക്കണം.
നിന്നോടെന്താ ഏട്ടൻ പറയാ? വെച്ചു വിളമ്പാൻ ധാരാളം ആളുകളുള്ളൊരു വീട്ടിലേക്ക് വീട്ടമ്മയായി നീ കല്യാണം കഴിച്ചു ചെല്ലണം. മണ്ടൂസ്. അമ്മ എവിടെ കിടക്കുന്ന? അമ്മേ, കരയില്ലേ അമ്മേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വേഗം രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി ഞങ്ങൾക്ക്. ഞാൻ പോവാണ്. യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്. വേഗം പോവും. ജോസേട്ടാ, സേതുമാധവൻ എത്തിയിട്ടുണ്ട്. എവിടെയാ പന്നി? ചിരിക്കണ്ട. ചാവാൻ കണക്കാക്കിയാ വന്നിരിക്കുന്നത്. പൊരുതി ചാവാൻ. ഇനി ആർക്കാടാ എന്റെ ജീവൻ വേണ്ടത്? ചങ്കൂറ്റുള്ള ഇറങ്ങി വേടാ. കൊല്ലണം എനിക്ക്. കൊതി തീരെ കൊല്ലണം.
അടുത്തേക്ക് വരരുത്. സേതു, അടുത്തേക്ക് വന്ന ആരാണെന്ന് നോക്കില്ല. വരരുത്. സേതു, കത്തിലാളിടാൻ വരരുത്. വരരുത്. സേതു, സേതു, വരരുത്. കത്തിതായിട കത്തിതായിടാനാ എടുക്കരുത്. മോനെ, കത്തിതായിട. നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തിതായിട. എന്താ ഇത്? സേതുമാധവന്റെ പോലീസ് വെറിഫിക്കേഷൻ റിപ്പോർട്ടാണ് സർ. അയാൾ യോഗ്യനല്ല. അയാൾ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്.